യുദ്ധവിരുദ്ധ റാലി ഇന്ന് യുദ്ധം നമ്മുടെ അടുക്കളയിൽ വരെ എത്തിയിരിക്കുകയാണ്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്കും നമ്മുടെ വീടുകളിൽ പാചകവാതകമില്ലാത്ത അവസ്ഥയിലേക്കും എത്തുകയാണ്. മോദിജി കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പറഞ്ഞ ഒരേ ഒരു വാഗ്ദാനം പാലിക്കപ്പെട്ടിരിക്കുകയാണ്, അടുപ്പ് പുകയില്ല എന്നുള്ളത്. ആ നിലയിലേക്ക് പോവുകയാണ്. ആ നിലയിൽ കേരളത്തിലാകമാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാറി നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത് എന്നുള്ള നിലയിൽ ഗൗരവമായി തന്നെയാണ് ഈ വിഷയം ഏറ്റെടുത്തത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വളരെ വലിയ മുന്നേറ്റം ഇടതുപക്ഷം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തി കഴിഞ്ഞു. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനും ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസും ലീഗോ UDF ഒക്കെ തന്നെ അവരുടെ ഇടയിലുള്ള സംഘർഷങ്ങൾ, NDAക്ക് ഇടയിലുള്ള സംഘർഷങ്ങൾ ഇപ്പോൾ ചിലർ പറഞ്ഞത് ഇത് ഈ ഇറാഖിൽ നടക്കുന്നതിനേക്കാൾ, ഇറാനിൽ നടക്കുന്നതിനേക്കാൾ, ഇസ്രായേലിനെ അമേരിക്ക നടത്തുന്ന യുദ്ധത്തേക്കാൾ വലുത് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, UDFൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ചില ആളുകൾ സൂചിപ്പിച്ചത്. അപ്പോൾ ആ നിലയിലേക്കുള്ള സംഘർഷം അവർക്കിടയിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ വലിയൊരു എഡ്ജ് ഇടതുപക്ഷത്തിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്നത് തവനൂർ മണ്ഡലത്തിലേക്കാണ്. താങ്കൾക്കാണ് അതിൻ്റെ ചുമതല എന്ന് അറിയുന്നു. എങ്ങനെയാണ്, വലിയ ഈസി ആയിരിക്കുമോ ഇവിടുത്തെ ഈ ഒരു പോരാട്ടം? ഒരു തെരഞ്ഞെടുപ്പും അങ്ങനെ എളുപ്പത്തിൽ വിജയിച്ച് കയറാൻ വേണ്ടി കഴിയുന്നതല്ല, എളുപ്പത്തിൽ വിജയിച്ച് കയറാനും പാടില്ല. വളരെ രാഷ്ട്രീയമായിട്ടുള്ള വാഗ്വാദങ്ങൾ നടക്കേണ്ടതുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള പ്രചരണം നടക്കേണ്ടത്. ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസനം കഴിഞ്ഞ 15 വർഷക്കാലം നടത്തിയിട്ടുള്ള MLA എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ KT ജലീൽ നടത്തിയിട്ടുള്ളത്, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള വികസനം, അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ യുദ്ധവിരുദ്ധ റാലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് പലസ്തീന് മേൽ തുടർച്ചയായിട്ടുള്ള അക്രമങ്ങൾ നടത്തി. ഈ വിഷയങ്ങളിലെല്ലാം എന്ത് നിലപാടാണ് UDFൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ എടുത്തത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ട് ഈ മണ്ഡലം ഇടതുപക്ഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇവരുടെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണ KT ജലീൽ. നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ ഇന്നു തന്നെ ടെസ്റ്റ് നടത്തൂ. ഈ ലാബ് സെലഫി മസ്ജിദിന് സമീപം NC കോംപ്ലക്സ്, കുറ്റിപ്പുറം റോഡ്, വളാഞ്ചേരി.